UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ CKG കോളേജിൽ തടഞ്ഞ സംഭവത്തിൽ SFIക്കാർക്കെതിരെ ആഞ്ഞടിച്ച് VT ബൽറാം MLA. CPMന്റെ അടുത്ത തലമുറയായ SFIക്കാർ വ്യക്തമാക്കുന്നത് ഇന്ന് മാത്രമല്ല നാളെയും CPM തുടരാൻ ഉദ്ദേശിക്കുന്നത് അസഹിഷ്ണുതയും ഭീരുത്വവും നിറഞ്ഞ ജയരാജൻ മോഡൽ പ്രാകൃത രാഷ്ട്രീയം തന്നെയാണെന്നതാണെന്ന് ബൽറാം ആരോപിക്കുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബൽറാം CPMനും SFIക്കുമെതിരെ ആഞ്ഞടിച്ചത്. VT ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: SFI അടക്കമുള്ള CPM സംഘടനകൾക്കൊക്കെ ഇരട്ട മുഖമാണുള്ളതെന്ന് ഏവർക്കും അറിയാം. KSU പോലുള്ള ഇതര സംഘടനകളെ അടിച്ചൊതുക്കാൻ ഒരു കൂട്ടർ, ഇലക്ഷൻ നിന്ന് ജയിക്കാൻ ഇമേജുള്ള വേറെ ചിലർ. എന്നാൽ കല, സാഹിത്യം, പ്രസംഗ മേഖലകളിലൊക്കെ തിളങ്ങി വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഈ ഇമേജ് മാന്യന്മാരുടെ ഓരോ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും അടിത്തറയാവുന്നത് ആദ്യം പറഞ്ഞ ക്രിമിനൽ കൂട്ടം ക്യാമ്പസിന് മേൽ ചെലുത്തുന്ന ആധിപത്യമാണ്. ഇപ്പറഞ്ഞത് മറ്റ് സംഘടനകൾക്ക് അല്പമെങ്കിലും പ്രവർത്തന സ്വാതന്ത്ര്യവും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്ന ക്യാമ്പസുകളുടെ കാര്യമാണ്. SFIയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലുള്ള റെഡ് ഫോർട്ടുകളിലാവട്ടെ ക്രിമിനൽ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്നവർക്ക് തന്നെ കോളേജ് യൂണിയൻ ഭാരവാഹികളെ കടന്നുവരാൻ തടസ്സമില്ല. ഇങ്ങനെ ഏകപക്ഷീയമായി ജയിച്ചെത്തുന്ന യൂണിയനുകളുടെ സ്റ്റാഫ് അഡ്വൈസർ ആവുന്നതിൽ കുളിരുകോരുന്ന ഇടതുപക്ഷ സംഘടനയിലെ അധ്യാപകരും ഫാസിസ്റ്റ് വിരുദ്ധ നാട്യങ്ങളിലൂടെ SFIക്കാർക്ക് വേണ്ട സാംസ്കാരിക മൂലധനം സ്വരൂപിച്ചു നൽകും. സ്വന്തം ശിഷ്യരുടെ ഫാസിസ്റ്റ് പ്രവണതകളെ മനോഹരമായി പൊതിഞ്ഞു പിടിച്ച് അവർ നന്മ മരപ്പേറ്റ് നടത്തും. സമഗ്രാധിപത്യ പാർട്ടി കോളേജുകളിൽ SFI ആൾക്കൂട്ടത്തിനെതിരെ സ്വന്തം ചങ്കുറപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന വിരലിലെണ്ണാവുന്ന ഇതര സംഘടനക്കാർക്ക് പക്ഷേ ഈ പ്രിവിലേജുകൾ ഒന്നും ലഭ്യമല്ല. പോസ്റ്റർ ഒട്ടിക്കാനും പ്രസംഗിക്കാനും സമരം ചെയ്യാനും തല്ലുകൊള്ളാനും ഓടാനും അതിന്റെ പേരിൽ പരിഹസിക്കപ്പെടാനും ഒക്കെ അവർ കുറച്ചുപേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇലക്ഷൻ വരുമ്പോഴേക്കും അവരെ കഞ്ഞിക്കുഴികളാക്കി ബ്രാൻഡ് ചെയ്യാനുള്ള പ്രചരണ മെഷീനറികൾ അപ്പുറത്ത് സജ്ജമായിട്ടുണ്ടാകും. ജൂനിയറിനെ റാഗ് ചെയ്തു, പെൺകുട്ടികളെ ശല്യപ്പെടുത്തി, ജാതിപ്പേര് വിളിച്ചു തുടങ്ങിയ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടാലും ഒട്ടും അത്ഭുതം വേണ്ട. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ. CPMന്റെ എതിരാളികളുടെ വാക്കുകളെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ച് താത്വികമായി വിമർശിക്കുന്ന ഇടതു ബുദ്ധിജീവികളുടെ ഒരു വർഗം. അവർ ഒരുക്കി നൽകുന്ന അടിത്തറയിൽ നിന്ന് എതിരാളികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ തെറിവിളിച്ച് അധിക്ഷേപിച്ച് സൈബർ ആക്രമണം നടത്തുന്ന വെട്ടുക്കിളിക്കൂട്ടം മറ്റൊരു ഭാഗത്ത്. തെറിവിളിക്കാനുള്ള ഇരയെ സൃഷ്ടിച്ചിട്ട് കൊടുത്താൽ പിന്നെ ബുദ്ധിജീവി പതുക്കെ പുറകിലേക്ക് മാറി നിൽക്കും. പുതിയ വിഷയം കിട്ടുന്നത് വരെ പതിവ് സെലക്ടീവ് മൗനത്തിലേക്ക് തിരിച്ചുപോകും. ഇതുതന്നെയാണ് കണ്ണൂർ അടക്കമുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ CPMന്റെയും പ്രിവിലേജ്. കോമ്പറ്റീഷൻ ശക്തമായ തെക്കൻ കേരളത്തിൽ ഇമേജുള്ള മാന്യന്മാർ പാർട്ടിക്ക് വേണം. പുസ്തകം വായിക്കുന്ന, എഴുതുന്ന, ജൈവ കൃഷിയും മാലിന്യ സംസ്കരണവും ഒക്കെ ഏറ്റെടുക്കുന്ന, മനുഷ്യരോട് ചിരിക്കുന്ന, മധ്യവർഗ പ്രതീക്ഷകളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ബുദ്ധിജീവികളും ജനാധിപത്യവാദികളും വേണം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂരിലും വടകരയിലുമൊക്കെ ജയരാജന്മാർക്ക് നേരിട്ട് തന്നെ കളത്തിലിറങ്ങാം. അവരുടെ മസ്കുലൈൻ രാഷ്ട്രീയത്തിന് യാതൊരു മറയും ആവശ്യമില്ല. ബംഗാളിലും ത്രിപുരയിലും ദശാബ്ദങ്ങളോളം കണ്ടതും CPMന്റെ ഇതേ ശൈലി തന്നെയായിരുന്നു. വടകരയിൽ എന്തുകൊണ്ട് ജയരാജൻ തോൽക്കണമെന്നതിന്റെ ഉത്തരമാണ് ഇന്നലെ പേരാമ്പ്രയിലെ SFIക്കാർ അവരുടെ പ്രവൃത്തിയിലൂടെ ഒരാവർത്തി പറഞ്ഞു തന്നത്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ CKG കോളേജിൽ തടഞ്ഞ CPMന്റെ അടുത്ത തലമുറയായ SFIക്കാർ വ്യക്തമാക്കുന്നത് ഇന്ന് മാത്രമല്ല നാളെയും CPM തുടരാൻ ഉദ്ദേശിക്കുന്നത് അസഹിഷ്ണുതയും ഭീരുത്വവും നിറഞ്ഞ ജയരാജൻ മോഡൽ പ്രാകൃത രാഷ്ട്രീയം തന്നെയാണെന്നതാണ്. ആ വെല്ലുവിളി വടകരക്കാരോട് മാത്രമല്ല കേരളത്തോട് മുഴുവനുമാണ് എന്ന കുറിപ്പോടെ ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.